ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തെങ്ങ് കൃഷിയെ നമുക്ക് എങ്ങനെ ലാഭകരമാക്കാം, ഗുണപ്രദമാക്കാം, ആദായകരമാക്കാം എന്നുള്ള വാക്കുകൾ പലതും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഹോമിയോ അഗ്രോ കെയർ എന്നുള്ള മരുന്ന് ഉപയോഗിച്ചിട്ട് ഏത് രീതിയിൽ നല്ല കായ്ഫലം ഉണ്ടാക്കാമെന്നും തെങ്ങിൻ്റെ ആയുഷ്കാല സംരക്ഷണം എങ്ങനെ സാധ്യമാക്കാം എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഈ തൈകൾ തന്നെ പല വർഗത്തിൽപ്പെട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കായ്ക്കുന്നുണ്ട്, വളരെ കുറ്റ്യാടി വർഗത്തിൽപ്പെട്ടതൊക്കെ വളരെ സാവകാശം ദീർഘകാലം കായ്ക്കുന്നുണ്ട്. പക്ഷേ ഏത് തരം തെങ്ങ് തൈ ആണെങ്കിലും ഈ മരുന്ന്, ഈ ഹോമിയോ അഗ്രോ കെയർ എന്നുള്ള മരുന്ന് 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം കലക്കിയിട്ട് അത് ഇതിൻ്റെ കുരുത്തോല കൂമ്പിലിട്ട് ഒഴിച്ചു കൊടുക്കുക. അതാണ് ഏറ്റവും നല്ല രീതി. തൈക്ക് ഏറ്റവും പെട്ടെന്ന് ഗുണം കിട്ടുന്നത് ആ മാർഗത്തിലൂടെയാണ്. ഇനി മണ്ണിൽ വെച്ച് കഴിയുന്നതിന് ഈ തൈയുടെ സംരക്ഷണം ആണ് പറയുന്നത് കുരുത്തോല കൊമ്പിൽ. ഇനി മണ്ണിലേക്ക് നമ്മൾ വയ്ക്കുന്ന സമയത്ത് അതിനുള്ള പാകപ്പെടുത്തിയ കുഴിയിൽ കുഴിയുടെ അടിഭാഗത്ത് ഈ ബാക്കിയുള്ള വെള്ളം, ഈ മരുന്ന് ചേർത്ത മിശ്രിതം കൂടി കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ വേരിലൊക്കെ വീഴട്ടെ. അകത്ത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട് വേണം അടുത്ത മരുന്ന് പ്രയോഗം. അപ്പോഴത്തേക്ക് ഇത് വളർന്നിട്ടുണ്ടാവും. ഈ വളർന്നു വളരുന്തോറും ഭയങ്കരമായ രീതിയിൽ ആക്രമണം. അതിന് മുമ്പേ സംഭവിക്കാൻ പോകുന്നത് അതിൻ്റെ കൂമ്പ് ചീഞ്ഞു പോവുകയാണ്. അപ്പോൾ അത് പലരും പറയുന്നുണ്ട് മഴ കൂടുതലുകൊണ്ടാണെന്നും അല്ലെങ്കിലൊക്കെ എന്ത് കാരണമാണെങ്കിലും ഇത് വലിയൊരു ഉപദ്രവമാണ്. ഏറ്റവും ഗുണപ്രദമായ ഒരു മരുന്നാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഈ മരുന്ന് കുരുത്തോല കൂമ്പിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനി അഥവാ ഒരു കൂമ്പ് മണ്ട ഊരിപ്പോയെന്നിരിക്കട്ടെ, ആ തെങ്ങ് പിഴുതിട്ട് വേറൊന്ന് വയ്ക്കാൻ ശ്രമിക്കരുത്. ഈ മരുന്ന് ഇതേപോലെ മിശ്രിതം വീണ്ടും അവിടോട്ട് ഒഴിച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും അത്ഭുതകരമായ രീതിയിൽ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം ആകുമ്പോഴത്തേക്ക് വീണ്ടും അതിൻ്റെ നാമ്പ് കിളിച്ചു വരുന്നത് കാണാം. ഇതൊക്കെ ഈ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇത് വലിയ അനുഭവമാണ്. കർഷകർ തന്നെ ഞങ്ങൾ നിർബന്ധിച്ചിട്ട് നിലനിർത്തിക്കൊണ്ട് മരുന്ന് ഉപയോഗിച്ച ശേഷം അത്ഭുതകരമാണെന്ന് അവർ വിളിച്ച് പറയുന്നത്. അപ്പോൾ ഒരു തെങ്ങ് നമ്മൾ നട്ട് വളർത്തിയിട്ട് 1 വർഷം കഴിയുമ്പോഴോ ആയിരിക്കണം ഈ കൂമ്പ് പോകുന്നത്, പ്രശ്നമാകുന്നത്, അടുത്ത് മാറ്റും. ഇത് ഒരിക്കലും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ തെങ്ങ് വയ്ക്കുമ്പം തന്നെ ഈ മരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ രീതിയിൽ കൂമ്പ് ചീഞ്ഞു പോവില്ല. അത് കഴിഞ്ഞിട്ട് അതിനെ ബാധിക്കുന്ന അനവധി രോഗങ്ങളുണ്ട്. അപ്പോൾ അതിന് ആക്രമണം വരുന്നുണ്ട്. അതിന് ഇതുപോലെ തന്നെ മരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത് ഈ മരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം തെങ്ങ് ഒരു പ്രത്യേക കെമിക്കൽ ഉണ്ടാക്കും. ആ കെമിക്കലിൻ്റെ മണം ഈ ചെല്ലിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് കറുത്തതായിക്കോട്ടെ ചുമന്നതായിക്കോട്ടെ അത് ഇഷ്ടപ്പെടുന്നില്ല. ഇനി വേറെ ക്ഷുദ്രജീവികൾ വന്നിട്ട്